മോശം സേവനങ്ങൾ നൽകുന്ന രാജ്യത്തെ വിമാനത്താവളങ്ങൾ ഇനി മുതൽ കർശനമായ നടപടി നേരിടേണ്ടി വരുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റിയായ AERA പുതിയ നിലവാരങ്ങളുള്ള നിർദ്ദേശങ്ങളുമായി എത്തിയതോടെയാണ് മാറ്റങ്ങൾക്ക് തുടക്കമായത്. ബാഗേജ് വൈകുന്നത്, ചെക്ക് ഇൻ കാലതാമസം, വൃത്തിയില്ലായ്മ എന്നിങ്ങനെ വ്യോമയാന യാത്രികർ നേരിടുന്ന പൊതു പ്രശ്നങ്ങൾക്ക് വിമാനത്താവളങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നാണ് AERA വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് കൂടുതൽ മികച്ച സേവനം നൽകാൻ പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതോടെ വിമാനത്താവളങ്ങൾ നിർബന്ധിതരാകുമെന്നും എന്നും പറയുന്നുണ്ട്. AERA പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ നൽകിയതോടെ മോശം സേവനങ്ങൾ യാത്രക്കാർക്ക് നൽകുന്ന വിമാനത്താവളങ്ങൾക്ക് വൈകാതെ പിഴ അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പു തന്നെയാണ്. മികച്ച സേവനം ഉറപ്പിക്കാനായി യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ നൽകുന്ന യൂസർ ഡെവലപ്മെന്റ് ഫീസ്, അതായത് UDF അടക്കം കുറയ്ക്കാനും AERAക്ക് പദ്ധതിയുണ്ട്. രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തന നിലവാരം മെച്ചപ്പെടുത്താൻ AERAയുടെ പുതുക്കിയ നിർദ്ദേശങ്ങൾ വഴി സാധിച്ചേക്കുമെന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA നേരത്തെ തന്നെ എയർലൈനുകളുടെ നിലവാരം ഉറപ്പിക്കാൻ വേണ്ട കർശന നടപടികൾ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വിമാനത്താവളങ്ങളിലെ സേവനങ്ങളുടെ കാര്യത്തിൽ അത്ര കർശന നടപടികൾ ഇതുവരെയും ഉണ്ടായിരുന്നില്ല. ഈ ഒരു കുറവ് പരിഹരിക്കാനാണ് AERAയുടെ ശ്രമം എന്ന് പറയുന്നത്. വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് സമാന നിലവാരത്തിലുള്ള സേവനങ്ങൾ ഉറപ്പിക്കാനും ഇതുവഴി സാധിക്കും. വൻ നഗരങ്ങളിലെ വിമാനത്താവളങ്ങളും ചെറുനഗരങ്ങളിലെ വിമാനത്താവളങ്ങളും തമ്മിൽ സേവനത്തിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട്. AERA നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ ചെക്ക് ഇൻ, സുരക്ഷാ പരിശോധന, ബാഗുകൾ ലഭിക്കൽ, ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ എന്നിവയ്ക്കെല്ലാം പരമാവധി സമയമുണ്ടാകും. വിമാനത്താവളങ്ങളിലെ ആകെ വൃത്തിയും വിശ്രമമുറി സൗകര്യങ്ങളും ഇരിപ്പിടങ്ങളും എല്ലാം പരിശോധിക്കപ്പെടും. പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം DG യാത്ര, E-ഗേറ്റ് സൗകര്യങ്ങൾ തുടങ്ങിയ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള സൗകര്യങ്ങളും വിമാനത്താവളങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പ്രതിവർഷം എത്രത്തോളം പേർ യാത്ര ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി വിമാനത്താവളങ്ങളെ വിവിധ വിഭാഗങ്ങളിലാക്കി തിരിക്കും. പ്രതിവർഷം 60 ലക്ഷത്തിൽ കുറവ് യാത്രികർ വന്നു പോകുന്ന വിമാനത്താവളങ്ങളും 60 ലക്ഷത്തിൽ കൂടുതൽ യാത്രക്കാർ ഉള്ള വിമാനത്താവളങ്ങളും വ്യത്യസ്ത വിഭാഗങ്ങളിലായിരിക്കും ഇനി മുതൽ ഉൾപ്പെടുത്തുക. ചെറിയ വിമാനത്താവളങ്ങളിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങളും മറ്റു കുറഞ്ഞ രീതിയിൽ മതിയാവും.